നവകേരള സദസ്സിന്റെ വേദിക്കരികിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് എത്തിക്കാൻ 3 സർക്കാർ സ്കൂളുകളുടെ മതിലാണ് പൊളിക്കേണ്ടി വന്നത്. വയനാട്ടിലും എറണാകുളത്തും പൊളിച്ച മതിലൊക്കെ കെട്ടിയെങ്കിലും വിവാദങ്ങൾ ബാക്കിയാണ്. നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള മതിൽ പൊളിക്കൽ വിവാദം തുടങ്ങുന്നത് മാനന്തവാടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ ഭാഗത്തെ മതിലാണ് അന്ന് പൊളിച്ചത്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്ന ബസ് അകത്തേക്ക് കയറില്ല എന്ന് പറഞ്ഞാണ് ഈ മതിൽ പൊളിച്ചു മാറ്റിയത്. എന്തായാലും അതിനുശേഷം വലിയ വാർത്തകളൊക്കെ ആയപ്പോൾ ഈ മതിൽ കെട്ടാൻ വേണ്ടി പൊളിക്കുന്ന ഒരു പണിയായി എന്നാണ് വിമർശകരൊക്കെ പറയുന്നത്. പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ ഉൾപ്പെടെ പരാതിയൊക്കെ കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ മതിൽ എന്തായാലും കെട്ടിയിട്ടുള്ളത്. ചെറിയൊരു വിടവാണ് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ പൊളിച്ചാണ് ബസ് കടത്തിയത്. യഥാർത്ഥത്തിൽ ഇത് നാരായണത്ത് പ്രാന്തന്റെ കഥ പറഞ്ഞതുപോലെയാണ്. കല്ലുരുട്ടി മേലേക്ക് കയറ്റുകയും മേലേ നിന്ന് താഴേക്ക് ഉരുട്ടിയിട്ടുകയും പിന്നെയും മേലേക്ക് ഉരുട്ടി കയറ്റുകയും ചെയ്യുന്ന നാരായണത്ത് പ്രാന്തന്റെ കഥ പോലെയാണ്. അതായത് MLA അടക്കമുള്ള ആളുകളോട് ഇത് പൊളിച്ചതിനെ പറ്റി ചോദിച്ചപ്പോൾ ഇത് കെട്ടാൻ വേണ്ടി പൊളിച്ചതാണല്ലോ എന്നാണ് MLA പറഞ്ഞത്. അതായത് കെട്ടാൻ വേണ്ടി മതിൽ പൊളിക്കുന്നത് പോലെയാണ് ഇത്തരത്തിൽ ഇവിടെ ഇപ്പം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം ഉള്ളിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ JCB കൊണ്ടുവന്ന് ഇത് പൊളിച്ചത്. JCB കൊണ്ടുവന്ന പണവും ഈ നാട്ടിലെ ജനങ്ങളുടെ പണമാണ്. ഇത് കെട്ടിയത് ഏതു ഫണ്ടോ ആവട്ടെ, അതും ജനങ്ങളുടെ പണമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പണമാവട്ടെ, അതൊരു നാഷണൽ വേസ്റ്റാണ്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ ബസ് ഇവിടെ നിർത്തി ഒരു 50 മീറ്റർ ദൂരമേ ഉള്ളൂ. അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാറിൽ കയറ്റി സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. മാനന്തവാടിയിൽ മാത്രമല്ല, എറണാകുളത്തെ പെരുമ്പാവൂരും അതുപോലെ പറവൂരുമൊക്കെ ഇതുപോലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ മതിൽ പൊളിച്ചാണ് ഈ ബസ് അകത്തേക്ക് കയറ്റിയത്. പറവൂരിൽ വലിയ രീതിയിൽ പരാതി ഉയർന്നു. അപ്പോഴാണ് മതിൽ കെട്ടിക്കൊടുത്തത്. എന്തായാലും യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിന് മുൻപ് കെട്ടി. അതേപോലെ തന്നെ പെരുമ്പാവൂരിലും മതിൽ കെട്ടി, പൊളിച്ച മതിൽ കെട്ടിയിരിക്കുന്നു. പക്ഷേ അതിന് മുൻപ് സ്കൂളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തകർന്ന മതിലൊന്നും ഇപ്പോഴും പൂർണ്ണമായും കെട്ടി അടച്ചിട്ടില്ല. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.